നിലമ്പൂരിലെ അനന്തുവിന്റെ മരണത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുകയാണ്. പന്നിക്കണി ഒരുക്കിയത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായ രാഷ്ട്രീയ നേട്ടത്തിനായാണോ എന്ന സംശയം ഉന്നയിച്ച് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ രംഗത്തെത്തി. രാഷ്ട്രീയ നേട്ടത്തിനായി എന്തും ചെയ്യാൻ UDF മടിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. അടിസ്ഥാനരഹിതമായ ആരോപണം മന്ത്രി പിൻവലിച്ച് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി. എന്നാൽ UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്താണ് കുറ്റക്കാരെന്ന് ആരോപിച്ച് നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ LDFന്റെ തീരുമാനം. വഴിക്കടവിൽ സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിച്ച ആദ്യം രംഗത്തെത്തിയത് വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ്. ഇത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വീണുകിട്ടിയ അവസരമായി ഉപയോഗിച്ചോ അവസരമുണ്ടാക്കിയോ എന്നൊക്കെ സംശയമുണ്ട്. വഴിക്കടവിൽ വിവരമറിയും മുൻപ് മലപ്പുറത്ത് UDF എങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്തിയെന്നും ശശീന്ദ്രൻ ചോദിച്ചു. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മന്ത്രിയെ പിന്തുണച്ച് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ കൂടി രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ പോര് മുറുകി. സംഭവം നടന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ്. പ്രതിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണം. രാഷ്ട്രീയ നേട്ടത്തിന് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് UDF എന്നും M.V. ഗോവിന്ദൻ ആരോപിച്ചു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത സെറ്റാണ്. എന്തും ചെയ്യും. ഇനിയും ദിവസം അത്രയേ ഉള്ളൂ, 5 ദിവസമില്ല. എന്തും ചെയ്യും. മന്ത്രിയുടെ ആരോപണം ശുദ്ധകളവും വിവരക്കേടുമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരിച്ചടിച്ചു. ആരോപണം തെളിയിക്കാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അതിന് സാധിച്ചില്ലെങ്കിൽ മന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. I challenge him to prove that allegation. ആരോപണം തെളിയിക്കാൻ ഞാൻ മന്ത്രിയെ വിനീതമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം സത്യത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. വനം മന്ത്രി ഇത്രയും ഹീനമായ ആരോപണം ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ആ കുഞ്ഞിന്റെ മരണത്തെ സംബന്ധിച്ച് എല്ലാവരും വിഷമിക്കുമ്പോൾ, എല്ലാവരും ദുഃഖിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോട് അതിനെ കൂട്ടിക്കെട്ടുന്ന ഈ ഒരു ഹീനമായ ആരോപണം അത് പിൻവലിക്കണം. അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോണം. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാഴ്വേലയാണ് രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. പ്രതിഷേധമുണ്ടായത് മലപ്പുറത്തല്ല, നിലമ്പൂരിലാണ്. അരങ്ങിയാൽ മലപ്പുറത്തെ എടുത്തിടുന്നത് എന്തിനെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ് അവിടെ പ്രകടനം നടന്നത്. അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു. മലപ്പുറത്ത് എങ്ങനെയാണ് പ്രകടനം? തൊട്ടാ മലപ്പുറം ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ഒരു ഭഗീരഥ ശ്രമം, ഒരു പാഴ്വേല. പ്രതിഷേധ സമരം നടത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രതിയെ പിടിക്കില്ലായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതിരോധിച്ചു. പ്രതികളെ പിടിക്കാനുള്ള കാരണം തന്നെ വാസ്തവത്തിൽ ഞങ്ങളൊരു സമരം ഇന്നലെ നടത്തിയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇത് വീണ്ടും തട്ടി നീക്കി കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ശ്രമം. 2 വോട്ടിനു വേണ്ടി ദാരുണ സംഭവത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞു പ്രതിഷേധിച്ച UDFനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിഷേധിക്കുമ്പോൾ റോഡ് തടയണമെന്നുള്ള മറ്റൊരു കാര്യം, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ആശുപത്രിയിലേക്കുള്ള റോഡൊന്നും തടയാൻ പാടില്ല. അത് സാമാന്യ ജനത്തിന് വലിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ മറ്റ് അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒന്നാണ്. എന്നാൽ സർക്കാരിനെയും UDFനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിയായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇത്തരം മരണങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്തം ഗവൺമെന്റ് തന്നെയാണ്. അതിനെ ഒരു തർക്കമില്ല. സ്വകാര്യ വ്യക്തി ചെയ്ത ക്രിമിനൽ പ്രവൃത്തി KSEBിക്കെതിരെ തിരിക്കുന്നതിനെതിരെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിക്കാൻ ലൈൻ വലിച്ചതിന്റെ ദൃശ്യങ്ങൾ KSEB പുറത്തുവിട്ടു. ഇതിനിടെ ശശീന്ദ്രൻ തങ്ങിയ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടെ UDFന്റെ പാതിരാ പ്രതിഷേധത്തിന് ശേഷം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് CPIM സൈബർ ഹാൻഡിലുകൾ ചർച്ചയാക്കി. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ചായ കുടിക്കുന്ന ചിത്രമടങ്ങിയ പോസ്റ്റ് വിവാദമായതോടെ ജ്യോതികുമാർ ചാമക്കാല പിൻവലിച്ചു. വന്യജീവി ആക്രമണം പ്രധാന പ്രശ്നമായ നിലമ്പൂരിൽ അനന്തുവിന്റെ മരണം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. എന്നാൽ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി വിൽക്കുന്ന വിനീഷ് എന്ന സ്ഥിരം കുറ്റവാളിയുടെ ക്രിമിനൽ പ്രവൃത്തിയാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് ഭരണപക്ഷം പ്രതിരോധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.